സ തസ്മിന്നേവാകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാമുമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി. അല്ലേ? അവിടെ ദേവരാജൻ എന്ന അഭിമാനം, ആ അഭിമാനത്തോടു കൂടി പോയതിനാൽ ആ സന്ദർഭത്തിൽ തന്നെ യക്ഷം തിരോഭവിച്ചു. ഈ മൂന്നാമത്തെ ഖണ്ഡം മുഴുവൻ സാധകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് മുഴുവൻ. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം, അത് മുഴുവൻ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട എന്തൊക്കെ അനുസന്ധാനം ചെയ്യണമെന്ന് ചിന്തിക്കാം. കഴിഞ്ഞിട്ടില്ല, ഈ ചരിതം കഴിഞ്ഞിട്ട്. ഏതായാലും അറിഞ്ഞേ മടങ്ങൂ എന്ന ദൃഢസങ്കല്പത്തോടെ അവിടെ തന്നെ തപസ് ചെയ്തു. അവിടെയാണ് ഹൈമവതിയെ, ഉമയെ, വിദ്യാരൂപിണിയെ ദർശിക്കുന്നത്. ചോദിച്ചു. സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതദ്വിജയേ മഹീയധ്വമിതി തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി. സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതദ്വിജയേ മഹീയധ്വമിതി തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി. സാ അവൾ, ഉമാ ഹൈമവതി, ബ്രഹ്മ ഇതി ഹ ഉവാച, ബ്രഹ്മമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്താണ്? കിം ഏതദ് യക്ഷം, ഈ യക്ഷം എന്താണ്? ഇതാണ് ചോദ്യം. ഈ പൂജ്യതമമായ ആ തേജോരൂപം എന്താണ്? മറുപടി ബ്രഹ്മ ഇതി ഹോവാച, ബ്രഹ്മമെന്ന് പറഞ്ഞു. ചോദിച്ചത് മാത്രം പറയാൻ ഗുരുവിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ചോദിക്കണത് കൊണ്ട് പറഞ്ഞു തരുമോ? അത് വേറെ ആരോട് വേണമെങ്കിലും ചോദിക്കാം, അതിന് ഗുരുവിൻ്റെ ആവശ്യമില്ല. ഗുരു അതിനോട്ട് വിധേയനുമല്ല. ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു തന്നോളൂ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാണ്. ഗുരു ശിഷ്യനോട് ചോദിക്കാം, ഇതിന് ഉത്തരം പറയൂ എന്ന് പറയാം, അല്ലാതെ ഗുരുവിനോട് ചോദിക്കുന്നതല്ല. ഗുരു എന്തിനാണ്? ഗുരു അധികം ഉപദേശിക്കുന്നവരാണ് ഗുരു. ആ അധികം എപ്പോഴും ശിഷ്യൻ്റെ ഉത്കർഷത്തിനായിരിക്കും, ഉയർച്ചയ്ക്കായിരിക്കും. അതുകൊണ്ട് സാ ബ്രഹ്മേതി ഹോവാച കഴിഞ്ഞു. ചോദിച്ചതിന് ഉത്തരായി. സാ ഉവാച ബ്രഹ്മ ഇതി. അതെന്താണെന്ന് ചോദിച്ചു, ബ്രഹ്മ കഴിഞ്ഞു. എന്നാൽ ഏതൊരു ഉപദേശം കൊണ്ടാണോ ഇന്ദ്രന് ഉത്കർഷമുണ്ടാവുക, അതാണ് തുടർന്ന് പറയുന്നത്. ബ്രഹ്മണഃ വൈ ഏതദ് വിജയേ മഹീയധ്വം ഇതി. വൈ നിശ്ചയമായും, ബ്രഹ്മണഃ വിജയേ ബ്രഹ്മത്തിൻ്റെ വിജയത്തിൽ, മഹീയധ്വം നിങ്ങൾ മഹിമയെ പ്രാപിച്ചു. ഇത് കഴിഞ്ഞു. ഇപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടി. കാരണം അധിഷ്ഠാന ചൈതന്യത്തെ
ഗണിക്കാതെ കേവലം ഉപാധിയുടെ ജയമാണ് എന്ന് കരുതിയതാണല്ലോ പ്രശ്നകാരണം. അപ്പോൾ ആ അപരാധത്തെ ഇല്ലാതാക്കി ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. ബ്രഹ്മണഃ വാ വിജയേ മഹീയധ്വമിതി. ബ്രഹ്മത്തിൻ്റെ വിജയത്തിൽ നിങ്ങൾ മഹിമയെ പ്രാപിച്ചു. അപ്പം എന്തൊക്കെ അറിഞ്ഞു? ദേവാസുര യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് ബ്രഹ്മത്തിൻ്റെ വിജയമാണ് എന്ന് വെച്ചാൽ അർത്ഥം വ്യഷ്ടിയിലായാലും സമഷ്ടിയിലായാലും സകല ദേവതകളുടെ സകല പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഏകമായ ചൈതന്യമാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവില്ലാതായതാണ് അജ്ഞാന കാര്യമായിട്ട് അഹങ്കാരം തുടങ്ങിയവയെല്ലാം ഉണ്ടാവാൻ കാരണമായത്. അതുകൊണ്ട് ഉപാധികളുള്ള താതാത്മ്യത്തിനപ്പുറത്ത് ബ്രഹ്മത്തിലേക്ക് ഉയരണം, ബ്രഹ്മബോധത്തിലേക്ക് ഉയരണം. ഇത് മുഴുവൻ ഈ ഒറ്റ ഉപദേശം കൊണ്ടുവന്നു. ഇത് വന്നില്ലായിരുന്നെങ്കിൽ തങ്ങൾ അഹങ്കാരികളായെന്നോ കരണഭിന്നമായ ചൈതന്യത്തെ വിസ്മരിച്ചെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഒന്ന് മാത്രമേ അറിയുള്ളൂ, അത്ഭുതകരമായ തേജപുഞ്ചം പ്രകടമായി, അത് ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. അതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ബന്ധിപ്പിച്ച് ഉപദേശിച്ചു. ബ്രഹ്മണഃ വാ ഏതദ് വിജയേ മഹീയധ്വം. ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഉപദേശം കഴിഞ്ഞു. തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി. അങ്ങനെ അത് ബ്രഹ്മമാണെന്നറിഞ്ഞു. ഇതാണ് മന്ത്രം. ആരറിഞ്ഞു? ഇന്ദ്രനറിഞ്ഞു. അത് ബ്രഹ്മമാണെന്നറിഞ്ഞു. അപ്പം അവിടെ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട തേജോപുഞ്ചം ബ്രഹ്മമാണെന്നറിഞ്ഞിട്ട് വലിയൊരു പ്രയോജനമില്ല. എന്ത് പ്രയോജനങ്ങൾ? ഒരു ആദരവ്, ഇത്രയേ ഉള്ളൂ. വലിയ പ്രയോജനമൊന്നുമില്ല. നേരെ മറിച്ച് പ്രയോജനം ഇതാണ്, ബ്രഹ്മണോവാ ഏതദ് വിജയ മഹീയധ്വം. അപ്പം നമ്മൾ ഓരോരുത്തരും ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോൾ ഉപാധിഗതമായ ജയമാണ് നമ്മൾ മാനിക്കുന്നത്. ശരീരത്തിൻ്റെ ജയം, ഇന്ദ്രിയങ്ങളുടെ ജയം, പ്രാണൻ്റെ ജയം, മനസ്സിൻ്റെ ജയം, ബുദ്ധിയുടെ ജയം, ഇതെല്ലാം ചേർന്ന സംഘാതത്തിൻ്റെ ജയം. അപ്പം ഈ ജയത്തിന് ഹേതുവാകുന്നത് സംഘാത വിലക്ഷണമായ ചൈതന്യമാണ്. ഇതാണ് ഉപദേശം. ഇതുപോലെ തന്നെ വെഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ കരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ കരണങ്ങൾ അതത് വിഷയഗ്രഹണം എന്നുള്ള ജയം നേടുമ്പോൾ അത് പ്രത്യേകാത്മാവിൻ്റെ ജയമാണ്. പ്രത്യേകാത്മ ചൈതന്യമാണ് അതിന് ചേതനയെ നൽകുന്നത്. അപ്പം അങ്ങനെ വ്യഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും സകല ഉപാധികൾക്കുപരിയുള്ളതും എന്നാൽ സകല ഉപാധികളെ പ്രവർത്തിപ്പിക്കുന്നതും ആയ ചൈതന്യ സ്വരൂപത്തെ മനസ്സിലാക്കി. അപ്പോൾ കഥ എവിടെ എത്തിച്ചു? ആദ്യം പറഞ്ഞ ഉപദേശത്തിലെത്തിച്ചു. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുരതിമുച്യ ധീരാഹ പ്രേത്യാസ്മാ ലോകാത് അമൃതാ ഭവന്തി എന്നുള്ളതിലെത്തിച്ചു. നേരെ മറിച്ച് സാ ബ്രഹ്മേതി ഹോവാച എന്ന് പറഞ്ഞാൽ അത് എത്തൂല. അത് ബ്രഹ്മം, അത്രയേ ഉള്ളൂ. എന്നാൽ ബ്രഹ്മണോവ ഏതദ് വിജയമഹീയധ്വം എന്നുള്ളത് പറഞ്ഞതോടുകൂടി ഇതിനെ അവിടെ ഘടിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് അടുത്ത മന്ത്രം പഠിക്കാം. അതിനു മുമ്പ് താം ച പൃഷ്ട്വാ തസ്യ ഏവ വചനാത് വിദാഞ്ചകാര വിദിതവാൻ. അതഃ ഇന്ദ്രസ്യ
ബോധഹേതൃത്വത് വിദ്യ ഏവ ഉമാ വിദ്യാസഹായവാൻ ഈശ്വരഃ ഇതി സ്മൃതിഃ. യസ്മാത് ഇന്ദ്രവിജ്ഞാനപൂർവകം അഗ്നി വായു ഇന്ദ്രാः തേ ഹ്യേന നേദിഷ്ടം അതിസമീപം ബ്രഹ്മവിദ്യയാ ബ്രഹ്മപ്രാപ്താः സന്തः പസ്പൃശുः സ്പൃഷ്ടവന്തः തേ ഹി പ്രഥമം വിദാഞ്ചകാര വിദാഞ്ചക്രുരു ഇത്യേതത്. തസ്മാത് അതിതരാം അദീത്യ അന്യാൻ അതിശയേന ദീപ്യന്തേ ആദൗ ബ്രഹ്മവിജ്ഞാനാത്. അപ്പോൾ 1 മുതൽ 3 വരെ മന്ത്രങ്ങൾക്ക് ഒന്നിച്ചാണ് ഭാഷ്യം. അപ്പോൾ നമുക്കത് വായിക്കുന്നതിന് മുമ്പ് 3-ാം മന്ത്രം വരെ വായിച്ചു നോക്കാം, എന്നിട്ടാവാം. തസ്മാദ്വാ ഏതേ അവിടെ ഒരു ഉടക്ക് വന്നിട്ട് നിന്നതാണ്, ഇതിൽ അച്ചടി തെറ്റ് കണ്ടിട്ട് നിന്നതാണ്. തസ്മാദ്വാ ഏതേ ദേവാഃ അതിതരാമിവ അന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രസ്തേ ഹ്യേന നേദിഷ്ടം പസ്പൃശുഃ തേ ഹ്യേനത് പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി. തസ്മാദ്വാ ഏതേ ദേവാഃ അതിതരാമിവ അന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രഃ തേ ഹ്യേന നേദിഷ്ടം പസ്പൃശുഃ തേ ഹ്യേനത് പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി. തസ്മാത് ഏതേ ദേവാഹ, ഇതിൽ ദേവോ എന്നാണ്, അത് തിരുത്തി ദേവാഹ എന്നാണ്. ദേവോ എന്നുള്ളിടത്ത് ദേവാഹ എന്നാക്കണം. തസ്മാത് ഏതേ ദേവാഹ, അതുകൊണ്ട് ഈ ദേവന്മാർ, ഏത് ദേവന്മാർ? അഗ്നി വായു ഇന്ദ്രൻ, ഈ ദേവന്മാർ അന്യാൻ ദേവാൻ അതിതരാം ഇവ, മറ്റ് ദേവന്മാരെ അതിക്രമിച്ചു നിൽക്കുന്നു, മറ്റെല്ലാ ദേവന്മാരെക്കാളും മികച്ചു നിൽക്കുന്നു. അതിതരാം, അതിക്രമിച്ചു നിൽക്കുന്നു. ഇത് അഗ്നിർവായുരിന്ദ്ര, ആരാണ് അതിക്രമിച്ച് നിൽക്കുന്നത്? അഗ്നിയും വായുവും ഇന്ദ്രനും. അതെങ്ങനെ? കാരണം എന്താ? തേ ഹി ഏന നേദിഷ്ടം പസ്പൃശുഹു, അവർ ഇവനെ അത്യന്തമരികിൽ സ്പർശിച്ചു. അവർ 3 പേരും ഇതിനെ അത്യന്ത സമീപത്തിൽ സ്പർശിച്ചു. പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി എന്നത്, ഇതിനെ ഒന്നാമതായിട്ടറിഞ്ഞു. അവിടെ അഗ്നി വായു ഇന്ദ്രൻ എന്ന് 3 പറഞ്ഞതുകൊണ്ട് വിദാഞ്ചകാര എന്നുള്ളത് നമ്മൾ ലൗകിക ഭാഷയിൽ മനസ്സിലാക്കുമ്പോൾ വിദാഞ്ചക്രുഹു എന്ന് മനസ്സിലാക്കണം. ഇവിടെ തിരുത്തരുത്, തെറ്റെന്ന് പറഞ്ഞ് തിരുത്താൻ പാടില്ല. വേദമായതുകൊണ്ട് അങ്ങനെയൊക്കെ പാടുണ്ട്. വേദമായതുകൊണ്ട് ചക്രു എന്നുള്ളതിന് ചകാര എന്നൊക്കെ പറയാം. ലൗകികമായി നമ്മൾ പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയും. സ്വാമി വ്യാകരണം തെറ്റി പറഞ്ഞു എന്ന് പറയും. അപ്പോൾ നമ്മളർത്ഥം മനസ്സിലാക്കുമ്പോൾ ചക്രുഹു എന്നാക്കണം. വിദാൻ ചക്രുഹു, ചകാര ചക്രതുഹു ചക്രുഹു.
അപ്പോൾ ഈ ദേവന്മാർ മറ്റെല്ലാ ദേവന്മാരെക്കാളും മികച്ചു നിൽക്കുന്നു. അപ്പോൾ ചോദ്യം വരാം, ഇവർ അടുത്ത് സ്പർശിച്ചു എന്ന് എങ്ങനെയാണ് പറഞ്ഞേ? വലിയ പ്രശ്നമുണ്ടല്ലോ. കാരണം അഗ്നിയും വായുവും അടുത്ത് നിന്നു സംസാരിച്ചു, പക്ഷേ അവർക്ക് അറിഞ്ഞില്ല. ഇന്ദ്രനാകട്ടെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, പക്ഷെ അറിഞ്ഞു. മതി. അപ്പോൾ അറിവിലൂടെ ഇന്ദ്രൻ സമീപിച്ചു, വ്യവഹാരത്തിലൂടെ അഗ്നിയും വായുവും സമീപിച്ചു. ആരാന്നറിഞ്ഞില്ലെങ്കിൽ പോലും അവർ മഹിമയെ പ്രാപിച്ചു. നേദിഷ്ടം, നേദിഷ്ടം വെച്ചാൽ അന്തികതമെന്നർത്ഥം, ഏറ്റവും അടുത്ത്, ഏറ്റവും സമീപത്തിൽ നേദിഷ്ടം. പസ്പൃശുഹു, പസ്പൃശുഹു സ്പർശിച്ചു, ഏറ്റവും അടുത്ത് സ്പർശിച്ചു. തേ ഹേനത് പ്രഥമോ വിദാൻ ചക്രുഹു, അവരിതിനെ പ്രഥമമായി അറിഞ്ഞു. വിദാൻ ചക്രുഹു, വിദാൻ ചക്രു എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. ഏകവചനം വിദാഞ്ചകാര, ബഹുവചനം വിദാൻ ചക്രുഹു. ബ്രഹ്മേവി, ബ്രഹ്മമാണെന്നറിഞ്ഞു. അപ്പോൾ അവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ഇന്ദ്രനല്ലേ അറിഞ്ഞുള്ളൂ, അഗ്നി വായു അറിഞ്ഞില്ലല്ലോ. അപ്പോൾ മറുപടി, ഇന്ദ്രൻ തിരിച്ചു പോയിട്ട് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ അഗ്നിയും വായു അറിഞ്ഞു. അതുകൂടാതെ അവർ രണ്ടും നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇനി വേറൊരു കുസൃതി തോന്നുകയാണ്. ഇപ്പം ഇവരാണല്ലോ അന്വേഷിച്ച് പോയത്. അപ്പോൾ ഇവർ പരാജയപ്പെട്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇന്ദ്രൻ പോയി വരുമ്പോൾ ആര് വഴി കാത്തുനിൽക്കുന്നുണ്ടാവും? അത് നമ്മളൊരു കുസൃതിയാണ്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം അല്ലേ? അല്ല? അപ്പോൾ ദേവലോകത്തിലെത്തുന്ന ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ഇവർ കാത്തു നിൽക്കുന്നുണ്ടാവും. മറ്റുള്ളവർ അറിയണതിന് മുമ്പ് നമുക്കൊന്നും അറിയണം എന്താ സംഭവിച്ചത്. അത് നമ്മൾ പോയിട്ട് അറിയാൻ പറ്റാണ്ട് വന്നതാണല്ലോ. അപ്പോൾ നമ്മളറിയാൻ പറ്റാണ്ട് വന്ന സ്ഥിതിക്ക് നീ അറിഞ്ഞോ ഇല്ലേ? അഥവാ ഇനി അറിഞ്ഞോ എന്ന് തട്ടിപ്പ് പറയുകയാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. കാരണം തങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അഗ്നിയും വായു ആയിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഊഹിക്കുകയാണ്. അത് കഴിഞ്ഞേ ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത്രേ അവർ സമ്മതിക്കുള്ളൂ അല്ലേ? അഗ്നിയും വായു അവർ ഉപരോധം ചെയ്യും എന്തായാലും. അന്നിവിടെ ഇല്ല കേട്ടോ, നമ്മൾ ഊഹിക്കുകയാണ്. തസ്മാദ് വ ഇന്ദ്രോ അതിതരാമിവ അന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ഠം പസ്പർശ സഹ്യേനത് പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേദി. തസ്മാദ് വ ഇന്ദ്രോ അതിതരാമിവ അന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ഠം പസ്പർശ സഹ്യേനത് പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേദി. അതുകൊണ്ട് വൈ നിശ്ചയമായും ഇന്ദ്രഃ അതിതരാമിവ അന്യാൻ ദേവാൻ, മറ്റെല്ലാ ദേവന്മാരെയും അതിക്രമിച്ചു നിൽക്കുന്നത് ഇന്ദ്രനാണ്. നമ്പർ 1 ഇന്ദ്രനാണ്. അപ്പോൾ 3 പേര് ആദ്യം പറഞ്ഞതോ, അതെ എല്ലാ ദേവന്മാരിലും വെച്ച് ഏറ്റവും മികച്ചത് അവർ 3 പേര്. ഇനി എല്ലാവരിലും വെച്ച് ഏറ്റവും മികച്ചത് ഇന്ദ്രൻ. അപ്പോൾ അവിടെ ഒരു സന്ദേശമുണ്ട്. കണ്ടു എന്നുള്ളത് കൊണ്ടോ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടോ മെച്ചമൊക്കെ ഉണ്ടെങ്കിലും അറിഞ്ഞാലേ കേമത്തുള്ളൂ.
കാരണം നേരിട്ട് കണ്ടതും സംസാരിച്ചതൊക്കെ ആരാ? അതെ. അതൊരു കേമത്തല്ലേന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേമത്താണ്, ചിലപ്പോൾ അതൊരു മോശമാണ്. നേരിട്ടൊരാളെ കണ്ട് സംസാരിച്ച് ബന്ധപ്പെട്ടിട്ടും അത് ആരാണെന്ന് അറിയുന്നില്ല വെച്ചാൽ ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. ഇല്ല, പറ്റാറുണ്ട്, ധാരാളം പറ്റാറുണ്ട്. അപ്പോൾ കണ്ടു സംസാരിച്ചു ഒക്കെ ശരി തന്നെ, പക്ഷേ അതുകൊണ്ട് കേമത്വമൊന്നുമില്ല. അറിഞ്ഞാലേ കേമത്തുള്ളൂ. അപ്പോൾ അറിഞ്ഞതാര്? ഇന്ദ്രൻ. ഇന്ദ്രനിലൂടെയാണ് ബാക്കിയുള്ളവർ അറിഞ്ഞത്. അതുകൊണ്ട് മറ്റെല്ലാ ദേവന്മാരെക്കാളും മികച്ചു നിൽക്കുന്നത് ഇന്ദ്രനാകുന്നു. സഹ്യേന നേതിഷ്ടംബസ്പർശ, അയാൾ ഇതിനെ അടുത്ത് സ്പർശിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് അടുത്ത് സ്പർശിച്ചത് എങ്ങനെ. സ്പർശിച്ചത് അഗ്നിയും വായുവല്ലേ, ഇന്ദ്രനല്ലല്ലോ. ഇന്ദ്രൻ ചെല്ലുമ്പോഴത്തേക്കെന്നെ തിരോധാനം ചെയ്തില്ലേ? മറുപടി അറിവാണ് സ്പർശിക്കൽ. അറിവാണ് സ്പർശിക്കൽ. അറിയാതെ നമ്മളൊരു വസ്തു അതിനോട് ചേർന്നിട്ടും പ്രയോജനമൊന്നുമില്ല, അല്ലേ? ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊയിലാണ്ടി വടകര അതിനിടയ്ക്കൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന അമ്പലപ്പറമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ്. അമ്പലത്തിലന്ന് പ്രതിഷ്ഠയൊന്നുമില്ല, ഒക്കെ തകർന്ന് കിടക്കുക. ക്ഷേത്രമൊന്നുമില്ല, ഒക്കെ തകർന്നതാണ്. എന്നാലും അമ്പലപ്പറമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് അവിടെ ആടിനെ കെട്ടി, അവരൊരു കുറ്റിയെടുത്ത് കല്ലെടുത്ത് മേടി ആ കുറ്റിയിൽ ചെറിയ ചൂടിയും കെട്ടി ആടിനെ കെട്ടി അവർ പോയി. അപ്പോൾ കുറച്ച് ദൂരം ഒരു പ്രായമുള്ള ആളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ പോയിന്ന് മുഴുവൻ പോയിന്ന് കണ്ടപ്പോൾ അയാൾ ഓടി വന്ന് അവർ ഈ കുറ്റി മേടാൻ ഉപയോഗിച്ച സാധനം എടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോയി. വലിയ സമ്പന്നരായവർ, വലിയ സമ്പന്നർ, വലിയ സ്വർണ്ണക്കട്ടിയാണ്. ആ സ്വർണത്തിന് തനി സ്വർണം, തനി സ്വർണത്തിൻ്റെ കട്ടയാണത്. അത് മണ്ണ് മൂടി ഒന്നായിട്ട് മണ്ണായിട്ട് കിടക്കുകയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ലോഹമാണ്. അറിയുന്ന ആൾക്ക് അറിഞ്ഞു, അറിയാത്ത ആൾക്കോ അറിഞ്ഞിട്ടില്ല ചേർന്ന്. അപ്പോൾ വസ്തു കൈവശമുണ്ട് എന്നുള്ളതല്ല വിഷയം. പ്രകരണാന്തരത്തിൽ വേറൊരു പ്രകരണമാണ്. അതൊരു വസ്തുവിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു കഥ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു കിട്ടി, ഒരു കല്ല്, വെറും കല്ല്. കല്ല് ഗ്രാമത്തിലുള്ളത് പച്ചക്കറി കച്ചവടക്കാരനാണ്. അവിടെ ചെന്ന് കൊടുത്തു. അവിടെ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് ഞാനൊരു സേറ് വെണ്ടയ്ക്ക തരാം. അതുപോലെ 2 വേണമെന്നു. 2 തരാൻ മാത്രമൊന്നും ഇതില്ല. ശരി, എന്നാ വേണ്ട. അങ്ങനെ അയാൾ അടുത്തുള്ള പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് കൊണ്ടുപോയി. സ്വർണ്ണ വ്യാപാരി പറഞ്ഞു ഇതിന് 10,000 രൂപ തരാം. അയാൾ പറഞ്ഞു 10,000 പോരാ, 20,000 വേണം. 20,000-ത്തിനൊന്നും ഇതില്ല. അങ്ങനെ ഇയാൾ വലിയ പട്ടണത്തിൽ രത്ന വ്യാപാരിയുടെ അടുത്ത് പോയി. അയാൾ പറഞ്ഞു ഇതിന് 1,00,000 രൂപ തരാം. 1 ലക്ഷം. ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല. അത്ര വിലയേറിയ രത്നമാണ്. ഇത് വെണ്ടയ്ക്ക കച്ചവടക്കാരൻ എന്താ പറഞ്ഞത്? 1 സേറ് വെണ്ടയ്ക്ക തരാമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വർണ്ണ കച്ചവടക്കാരൻ പറഞ്ഞ 10,000 രൂപ തരാമെന്നാണ്. പക്ഷേ അതിൻ്റെ മൂല്യം അറിയുന്ന ആളെടുത്ത് എത്തിയപ്പോൾ 1,00,000 തരാമെന്ന്. ഇതാണ്. അവിടെ അയാൾ 2 ലക്ഷം വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ, ഞാൻ അതും പറയാമല്ലോ. നമുക്കറിയില്ല. അതുകൊണ്ട് കണ്ടു, സംസാരിച്ചു, സംവദിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ഗുണമില്ല. അറിയണം, അറിഞ്ഞു, അതുകൊണ്ട് ഒന്നാമൻ. ഇതാണ് 3 മന്ത്രങ്ങൾ. നോക്കൂ ഇതിൻ്റെ ഭാഷ്യം.
താം ച പൃഷ്ട്വാ, അത് വായിച്ചു അല്ലേ? താം ച പൃഷ്ട്വാ തസ്യാഹ ഏവ വചനാത് വിദാഞ്ചകാര വിദിതവാൻ. അതഃ ഇന്ദ്രസ്യ ബോധഹേതുത്വാത് വിദ്യാ ഏവ ഉമാ. വിദ്യാസഹായവാൻ ഈശ്വരഃ ഇതി സ്മൃതിഃ. യസ്മാത് ഇന്ദ്രവിജ്ഞാനപൂർവകം അഗ്നിവായുന്ദ്രാഃ തേ ഹ്യേന നേദിഷ്ഠം അതിസമീപം ബ്രഹ്മവിദ്യയാ ബ്രഹ്മപ്രാപ്താഃ സന്തഃ പസ്പൃശുഃ സ്പൃഷ്ടവന്തഃ തേഹി പ്രഥമം വിദാഞ്ചകാര വിദാംചക്രുഃ ഇത്യേതത്. തസ്മാത് അതിതരാം അതീത്യ അന്യാൻ അതിശയേന ദീപ്യന്തേ. അന്യാൻ ദേവാൻ തതഃ അപി ഇന്ദ്രഃ അതിതരാം ദീപ്യതേ ആദൗ ബ്രഹ്മവിജ്ഞാനാത്. അപ്പോൾ താം ച പൃഷ്ടുവ, അവളോട് ചോദിച്ചിട്ട്, ആരോട് ചോദിച്ചിട്ട്? ഉമാം ഹൈമവതീം എന്ന് പറയില്ലേ, ഹൈമവതിയായ ഉമയോട് ചോദിച്ചിട്ട് തസ്യാഹ ഏവ വചനാത്, അവളുടെ വചനം കൊണ്ട്, തസ്യാഹ അവളുടെ വചനാത് വചനം കൊണ്ട്, വാക്യം കൊണ്ട്, ഉപദേശം കൊണ്ട്, വിദാംചകാര വിദിതവാൻ. വിദാംചകാര എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷ പ്രയോഗമാണ്. വ്യാകരണം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ അധികം പറയണില്ല. ധാതു വിധാണെങ്കിലും ചില ധാതുക്കളോട് കൂടെ ആം അനുപ്രയോഗം വരുന്നൊരു നിയമമുണ്ട്. അങ്ങനെ ആം അനുപ്രയോഗം വന്നാൽ ഭൂതകാലാർത്ഥത്തിൽ കൃ ഭൂ തുടങ്ങിയ ധാതുക്കൾ പ്രവർത്തിക്കും. അങ്ങനെ കൃ ധാതു ഡുക്രിഞ്ഞ് കരണേ എന്നുള്ള ധാതു പ്രവർത്തിച്ചാൽ വരുന്ന ഭൂതകാല ക്രിയാരൂപമാണ് വിദാംചകാര വിദാംചക്രതുഹു വിദാം ചക്രുഹു എന്നുള്ളത്. വിദാംചകാര. അപ്പോൾ ഭൂതകാലക്രിയ വന്നാൽ എന്ത് വരും? അറിഞ്ഞു എന്ന് വരും. അറിഞ്ഞു വിദിതവാൻ. അപ്പോൾ ഉമയുടെ ഉപദേശം കൊണ്ട് അറിഞ്ഞു ഇന്ദ്രൻ. അതഃ ഇന്ദ്രസ്യ ബോധഹേതുത്വാത് വിദ്യാ ഉമാ. അപ്പോൾ ഇന്ദ്രന് ബോധമുണ്ടാക്കി കൊടുത്തവളായതുകൊണ്ട് ഉമയാരാണ്? വിദ്യയാണ്. വിദ്യാസഹായവാൻ ഈശ്വര ഇത് സ്മൃതി. വിദ്യാസഹായവാനാണ് ഈശ്വരൻ എന്ന സ്മൃതി ഉണ്ടല്ലോ, അതൊരു സാന്ദർഭികമായി പറഞ്ഞു മാത്രം. വിദ്യാസഹായവാനാണ് ഈശ്വരൻ എന്ന് സ്മൃതി ഉണ്ടല്ലോ. യസ്മാത് ഇന്ദ്രവിജ്ഞാനപൂർവകം അഗ്നിവായുന്ദ്രാഃ തേ ഹ്യേന നേദിഷ്ഠം അതിസമീപം ബ്രഹ്മവിദ്യയാ ബ്രഹ്മപ്രാപ്താഃ സന്തഃ അപസ്പൃശുഃ സ്പൃഷ്ടവന്തഃ തേഹി പ്രഥമഃ വിദാംചകാര വിദാംചക്രുഃ ഇത്യേതത്. ഇന്ദ്രൻ്റെ വിജ്ഞാനത്തോടുകൂടെ, ഇന്ദ്രവിജ്ഞാനപൂർവകം, ഇന്ദ്രൻ്റെ വിജ്ഞാനത്തോടുകൂടെ അഗ്നിവായു ഇന്ദ്രാഹ, അഗ്നി വായു ഇന്ദ്രൻ എന്നിവർ ഹി നിശ്ചയമായും ഏനത് ഇതിനെ നേദിഷ്ഠം അതിസമീപം ബ്രഹ്മവിദ്യയാ പ്രാപ്താഃ ബ്രഹ്മപ്രാപ്താഃ സന്തഃ
പസ്പൃശുഹു സ്പൃഷ്ടവന്തഃ, സ്പർശിച്ചു. അപ്പം ഏറ്റവും അരികെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രനാണ് ആദ്യം അറിഞ്ഞത്, പിന്നീട് അഗ്നിയും വായുവും അറിഞ്ഞു. അത് കഴിഞ്ഞിട്ടേ മറ്റ് ദേവന്മാരറിഞ്ഞിട്ടുള്ളൂ എന്ന് ഇന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഇന്ദ്രനും ദർശന സംഭാഷണാദികളിലൂടെ അഗ്നിയും വായുവും ബ്രഹ്മത്തെ സ്പർശിച്ചു. അങ്ങനെയും പറയും. അത്യന്ത സമീപം ബ്രഹ്മവിദ്യ ബ്രഹ്മപ്രാപ്താഹ സന്ധാ പസ്പൃശുഹു സ്പൃഷ്ടവന്തഃ. തേഹി പ്രഥമം വിധാഞ്ചകാര, അവരൊന്നാമത് ആദ്യമായിട്ട് അറിഞ്ഞു. അപ്പം തേ വിധാഞ്ചകാര എന്ന് പറയില്ല സാധാരണ ഈ ലൗകികമായ ഭാഷയിൽ. സാമാന്യമായിട്ട് വ്യാകരണത്തിൽ നമ്മൾ തെറ്റായ പദം പ്രയോഗിച്ചാൽ തെറ്റ് തന്നെയാണ്. എന്നാൽ വേദത്തിൽ പ്രയോഗിച്ചു കണ്ടാൽ തെറ്റെന്ന് പറയരുത്. അത് ഛാന്ദസമായതുകൊണ്ട് വൈദികമായതുകൊണ്ട് സാധുവാണ്, അല്ലെങ്കിൽ ആർഷപ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താ കാരണം? കാരണം വ്യാകരണ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പുള്ള പ്രയോഗങ്ങൾ അതൊക്കെ. നമ്മളിപ്പോൾ വ്യാകരണം അനുസരിച്ചാണ് നമ്മൾ വാചകഘടന ശരിയാക്കുക. എന്നാൽ ഈ വ്യാകരണശാസ്ത്രം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ വ്യാകരണശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐന്ദ്രൻ ചന്ദ്രൻ കാശകൃഷ്ണൻ ശാകടായനം ആഭിശലം ബോധ് എന്ന് പറഞ്ഞിട്ട് എത്രയാ വ്യാകരണങ്ങൾ ഉണ്ടായത്. അതിൽ ഒടുക്കത്തെ വ്യാകരണമാണ് പാണിനീയം. അതിന് മുമ്പ് എന്തൊക്കെ ഉണ്ട്? അപ്പോൾ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പാണിനീയത്തിലൂടെയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപാണിനീയ പ്രയോഗങ്ങൾ കാണുമ്പോൾ തെറ്റെന്ന് പറയരുത്. അവയെ ആർഷങ്ങളെന്ന് പറഞ്ഞാൽ മതി. ഇനി ആർഷം മാത്രമല്ല, അപാണിനീയ പ്രയോഗത്തിൻ്റെ സാധുത്വവും ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തിയ വലിയ ആചാര്യനാണ് മേൽപ്പത്തൂർ. മേൽപ്പത്തൂർ പ്രക്രിയാ സർവസ്വത്തിൽ അപാണിനീയ പ്രയോഗങ്ങളെ സമർത്ഥിക്കുന്നുണ്ട്. അത് തെറ്റെന്ന് പറയാൻ പാടില്ല. എന്താ സന്ദർഭം ഈ ഇത് വിഷയം അതാണെങ്കിലും ഈ ചകാര ചക്രുഹു എന്നുള്ളത് പറഞ്ഞപ്പോഴേ ഇതൊക്കെ പറഞ്ഞത്.